ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരുത്തിന് ചെമ്മീനച്ചാർ മേടിക്കില്ല എന്നും പണിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നോക്കിയാൽ ചെമ്മീനച്ചാർ നമ്മൾ കാണാം. ഞാൻ എന്തിനു ഈ അച്ചാറായിട്ട് മേടിക്കുന്നത്? അതൊരു ടേസ്റ്റും ഇല്ല. നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടെ? നല്ല ചെമ്മീൻ മേടിച്ചിട്ട് ഉണ്ടാക്കിക്കൂടെ? അപ്പം ഇന്നലെ കുറച്ച് ചെമ്മീൻ എത്ര 2 കിലോ ഉണ്ടോന്നു 2 കിലോ ചെമ്മീൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നാക്കിയിട്ട് അച്ചാറുണ്ടാക്കാം കേട്ടോ പെട്ടെന്ന്. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മേടിക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ അവർക്ക് കുറവ് വേണ്ട കേട്ടോ. അവർക്ക് അധികം ഇഞ്ചി വെളുത്തുള്ളി കഴിക്കണമെന്നല്ല. സ്വർക്കുണ്ടാവില്ല. ഇപ്പം ഇന്ന് രാവിലേക്ക് എന്താ? മീൻകറി പുട്ടും കഴിക്കും. അപ്പം ഇന്ന് എളുപ്പത്തിൽ പുട്ടുണ്ടാക്കുക. എന്താ വെച്ചാൽ മറ്റുള്ള പണി കഴിയുന്ന ആ ചെമ്മീൻ നന്നാക്കൽ അവിടെ നിൽക്കും. ഞങ്ങൾക്കാണെങ്കിൽ പുറത്ത് പോകേണ്ട കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റൗള്ള അതപ്പോൾ ഏറെ ഞങ്ങളെ തളർത്തി കളഞ്ഞൊരു കാര്യം. പുട്ടുണ്ടാക്കാം. എന്നിട്ട് മീൻ നോക്കുമ്പോ ചായ കുടിച്ചിട്ട് രാത്രി ഇഞ്ചി നമുക്ക് മുളകിട്ട് വെക്കുന്ന നാളികേരപ്പാൽ വെച്ചിട്ട് വെച്ചാല കൊറേ ദിവസം മുളകിട്ട് കറി. വാഷിംഗ് മെഷീൻ എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തോ തടി പറഞ്ഞിട്ട് ബ്ലഡ് കുറവ് നോക്കണട്ടോ. 81 അവിടേക്ക് എത്തിയിരിക്കുകയാണ്. 81 കിലോയിലേക്ക് ഞാൻ 86 ഇങ്ങനെ നിക്കാണ്. 81. ഞാന് പടുത്ത കാലത്ത് ഇത്രയും വെയിറ്റ് ഞാൻ ലൈഫിൽ വെയിറ്റ് കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ നാള് ഞാൻ 86 കുറേ വർഷത്തോളം 86 നിന്നുണ്ട്. പിന്നെ സ്റ്റിറോയിഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ 90-90 അപ്പുറേക്ക് കയറിയത്. അത് കഴിഞ്ഞൊരു 84, 85, 86 ആ ഒരു 3 ഇതിലാണ് കുറെ. ഗൾഫിലുള്ളപ്പോ 86 ഞാൻ വരും. നാട്ടിൽ വന്നാൽ 92 ആവും. 98 വരെ എത്തിയിട്ടുണ്ട്. സെഞ്ചുറി അടിച്ചായിരുന്നില്ല. പറഞ്ഞുണ്ട് സെഞ്ചുറി അടിച്ചേരെന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാന് സ്റ്റീറോയിഡിന്റെ ആണ്. പിന്നെ 8-9-10 കിലോന്റെ അടുത്തോളം ഞാൻ സ്റ്റീറോയിഡുമ്പോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ചെറുതാണോ ശേഷം ചെറുതിനെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പേടിച്ചു. ഭദ്രകാളി അതായത് ഉന്നോട് ഞെട്ടിക്കാരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊരു അമ്മ വേണ്ടിയിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് ഊതിക്കാൻ കൊണ്ടു. അത് ഊതിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ കുണുക്കനെ ഉണക്കിക്ക് ഊതിച്ചിട്ട് അവർക്കും എല്ലാവർക്കും അറിയാമെന്നറിയില്ല. പലരും ചിലരുടെ വിശ്വാസങ്ങളല്ല. എനിക്ക് അമ്മമ്മ ഭയങ്കര വിശ്വാസം. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പോകാൻ തുടങ്ങിയത് കുണുക്കന്മേലാണ് കേട്ടോ. അവിടേക്ക് കുഞ്ഞിന് മുന്നോട്ടുള്ളപ്പോൾ വരേത്ത് ചെറുപ്പകാലത്തുണ്ടായിരുന്നു. അച്ഛനാന്ന് തോന്നുന്നു. അതല്ലേ. ഇതിപ്പോ നമ്മളവിടെ അടുത്തുള്ള ചേച്ചിയാട്ടോ, ഒരു അമ്മയാണ്. അപ്പൊ ആ അമ്മയുടെ അടുത്ത് പോയിട്ട് കുണുക്കന്മേൽ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മളിവിടെ എന്റെ പ്രസവം നോക്കാൻ ഒരു അമ്മമ്മ ചേച്ചി വന്നിരുന്നു. കുഞ്ഞമ്മമ്മ എന്നറിയാം. ആ അമ്മമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി അവിടെ ചെയ്തിട്ടാ. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഗുണം എന്താ വെച്ചാൽ ഇതുപോലെ ഉണ്ണുള്ള നീറ് താഴെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൂതിക്കും. അവർ മരുന്ന് അരച്ചിട്ട് നീറിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് മാറും കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെയുണ്ട്. എപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസം തന്നെ. കുണിക്കുന്നുണ്ടായപ്പോളേ ഭയങ്കര വാശിക്കാരിയായിരുന്നു. പെട്ടി വാശിക്കാരിയായി. 13 വയസ്സുകാരി നിന്ന് തുടങ്ങുന്ന സ്വഭാവമായിരിക്കും. അടിക്കൊരു കുറവുണ്ടാവില്ല. അമ്മേനെ കെട്ടുപിടിക്കലുണ്ട് കേട്ടോ. അമ്മേനെ കെട്ടുപിടിക്കലുണ്ട്. അമ്മയുടെ മുത്തല്ലേ എടുക്കണ.
അവൻ ചില നേരത്തെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോയിട്ട് എൻ്റെ ശ്വാസം എടുക്കാമ ചമച്ചില്ലല്ലോ പിന്നെ നമുക്ക് തിങ്കളാഴ്ച തുക്കില്ല പോട്ടാ. അവർക്ക് നല്ല ചുമ, രാത്രിയൊന്നും മറക്കില്ലാത്ത ചുമ. മരുന്നിനൊന്നും 2 പ്രാവശ്യം കഴിച്ച് കൊടുത്തിട്ടാണ് അമ്മ ഒരു ജാതി ഇങ്ങനെ നമുക്ക് തന്നെ അടുത്തുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല ചുമയുടെ ഒരു ഇതുകൊണ്ട്. അപ്പോൾ വളരെ അടുത്താളെ ഇതിൻ്റെ കുളിക്കുമ്പോൾ 13 ശരി ദുശീലങ്ങൾ പറഞ്ഞിട്ട് കേട്ടാ. ദുശീലല്ല ഈ വാശി, ഭയങ്കര പിടിവാശിക്കാരി കഴിക്കുന്നുണ്ട്. എന്താ ചെയ്യുക. പിന്നെ കുണുക്കന് എന്താ പറഞ്ഞാൽ താറാട്ടമ്പലത്തിൽ കൊണ്ടിട്ട് എന്തോ ഒഴിക്കാൻ പറഞ്ഞു. പിന്നെന്താ കുണുക്കന് മുരുകൻ്റെ ഭയങ്കര അനുഗ്രഹം ഉണ്ട് അത്ര. മുരുകന് അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. പളനിയെ പോവാനും പളനിമാല ചാടി കയറി ഓടിയാണ് എത്താനും മുരുകനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ എല്ലാ മാസം നമ്മൾ മുരുകൻ്റെ അടുത്ത് പോയിട്ട് മുരുകനെ ഇപ്പോൾ കുണുക്കനോട് ഇഷ്ടം തോന്നി കാണും, പറയാൻ പറ്റില്ല. അമ്മ പറഞ്ഞതാ ഇവനെ മുരുകന് ഇവനോടൊരു പ്രത്യേക ഒരു. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നു ഇവിടെ മുടി എങ്ങനെ വെച്ചിങ്ങനെ നമ്മൾ കറക്റ്റിക്കും മുരുകൻ്റെ 2 സൈഡ് മുരുകൻ്റെ നമ്മൾ ഫോട്ടോസ് ഇത്രയും ചുരുള മുടിയായിട്ട് ഉള്ള ഒരു മുരുകനെല്ലാം നമ്മളിപ്പോഴും കാണുക. അങ്ങനെ കണ്ടിട്ട് പറഞ്ഞിട്ട് അമ്മമ്മേടെ അടുത്ത് തിരിഞ്ഞപ്പോഴേക്ക് ശരിക്കും ഒരു മുരുകനെ കണ്ടപോലെ ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ മക്കളുമേൽ ഷെയർ ചെയ്ത് നോക്കട്ടെ. ഞാൻ കയറിയാലും പൊങ്കാലുണ്ട് നമുക്ക് തോന്നുക അവൻ്റെ മുടിയും കാര്യങ്ങളും കണ്ടപ്പോൾ പെട്ടെന്ന്. അങ്ങനെ പിന്നെ എന്താ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യണം. അങ്ങനെ അത് പറഞ്ഞില്ലേ ഭദ്രക്കാളി പറഞ്ഞ് സോൾവ് ചെയ്തോളൂ. കാര്യം പിടിച്ചോ ഞെട്ടിന്റെ അല്ലെങ്കിൽ നിന്റെ കൂമ്പെടുക്കും. പല്ല് തേക്കാൻ എന്നെ ബോധം കെടുത്തു. തിങ്കളാഴ്ച കുട്ടിക്ക് മന്തിൽ എക്സാം ആണ്. പക്ഷെ ഗുഡ് 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 ഗേളാണ്. ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. അവിടെ ചെന്ന എന്താന്നുള്ളത് അറിയില്ല. അവിടെ ചെന്ന എന്താന്നറിയില്ല. പക്ഷെ ഇവിടെ ഒക്കെ ആള് ഫുള്ള് പഠിച്ച് നല്ല വെരി ഗുഡാണ് കുട്ടി. അല്ല പിന്നെ വെരി ഗുഡാണ്. മൂക്കടഞ്ഞല്ലോ. രണ്ടാളും പല്ല് തേക്ക് തുള്ളി പല്ല് മൂത്ര വയ്ക്കണ ശ്വാസം മുട്ടോളം വലിക്കണ മൂക്കടഞ്ഞല്ലേ. അപ്പൊ എന്തായാലും പണിയുള്ളിലേക്ക് ഇറക്കട്ടെ കേട്ടാ. അങ്ങനെ നമുക്കൊരു അടിപൊളി ഒരു ഉച്ചോണം ഉണ്ടാക്കാം കേട്ടോ. ഒരു ഉച്ചോണിന്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഞാൻ പറയാം, ഞാൻ ഇന്നും ഒരു വീഡിയോ ആയിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്കായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കായിട്ട് പരമാവധി എൻ്റെ വീഡിയോയിൽ ഞാൻ ചേർക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു മീൻകറി നമ്മൾ അടിപൊളി എൻ്റെ കുട്ടിക്കാരൻ തൊട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കണം. നല്ല കുറുകിയ നാളികേരപ്പാൽ വെച്ച് നല്ല കുറുകിയ ഒരു മീൻകറി കേട്ടോ. അതൊരു മഞ്ഞ കളറിലൊക്കെ ഒരു കറി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ചുവന്ന കറിയല്ലേ, മിളകിട്ട കറിയാണ്. അപ്പോൾ ഞാൻ നമുക്കിന്ന് മീൻകറി നാളികേരപ്പാൽ വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കിയാൽ വെച്ചു. കൊടംപുളിയൊക്കെ ഇട്ടിട്ട് സത്യം നല്ല കൊടംപുളി കിട്ടണം, എന്നാലും ആ മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ മാങ്ങ ഇട്ട് വെച്ചാൽ ടേസ്റ്റ് കിട്ടാം. പക്ഷെ ഞാൻ ഇപ്പോൾ കൊടംപുളി ഇട്ട് നല്ല കേര മീനാണ് വയ്ക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ കേര മീൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറെ അങ്ങനെ അങ്ങനത്തെ മീനിനോടൊന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ. ആവൂലിയുടെ ചാറ് രസം, പക്ഷെ കഷ്ണമൊന്നും അത്ര ഫേവറേറ്റ് അല്ല. പക്ഷേ ഈ കേര മീൻ്റെ കഷ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വറുത്താലും വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇപ്പം ചാവക്കാട് പോയി കൂടുതലും കേരയാണ് അതിനായിട്ട് മേടിച്ചാൽ മതി കേട്ടോ. ഞാൻ കേര ആകുമ്പോഴേ നമുക്ക് മുറിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ കേട് വരുന്നില്ല കേട്ടോ. ചില മീനുകളെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കൂട്ടാൻ തോന്നില്ല. പക്ഷേ കേര മീനാണ്. പക്ഷെ കിട്ടിയതും നല്ല കേര തോന്നും. ഒരു നല്ല അടിപൊളി നല്ല നിറയെ ചോരയും കാര്യങ്ങളൊക്കെ ഉള്ള മീനാട്ടോ. അപ്പം എന്തായാലും നമ്മൾ അതിലേക്ക് ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം കേട്ടോ. മഞ്ഞപ്പൊടി നല്ല മുളക് പൊടി പൊടിപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ടില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പം മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. മഞ്ഞ കളറിൽ മീൻ കൂട്ടാനായിക്കോട്ടെ. ഒരുപാട് റെഡ് കളർ വേണ്ട വെച്ചിട്ടാണ്. ഒരു 3 ടീസ്പൂണത്തോളം മുളക് പൊടി. അപ്പം അങ്ങനെ ആകുമ്പോഴേ അത്യാവശ്യം എരിവ് വരും കേട്ടോ. മഞ്ഞപ്പൊടിയും മുളകും പൊടി മാത്രമാണ് പൊടികളിൽ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഇല്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ.
അങ്ങനെ നമ്മളതേ മുളക് നാളികേരപ്പാൽ വെച്ചിട്ട് നല്ല മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേദിവസമൊക്കെ ഇതുവരെ വെട്ടുമീൻ കിട്ടിയ അമ്മ അങ്ങനെ പൂരത്തിനും പെരുന്നാൾ അങ്ങനെയൊക്കെ വലിയ വിശേഷ ദിവസങ്ങളൊക്കെ എൻ്റെ അമ്മ ചെയ്യണം കേട്ടോ. അങ്ങനെ മിളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വറ്റിച്ച് വയ്ക്കും. പിറ്റേ ദിവസം നാളികേരപ്പാൽ വയ്ക്കും. അതിന് വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതിനത്ര നേരമില്ലാത്ത നമ്മൾ എന്ത് ചെയ്തു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയും പച്ചമുളകും ചുവന്നുള്ളി ഇഞ്ചി അതൊക്കെ ചതച്ചിട്ട് ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണ വെച്ച് കറിവേപ്പിലിട്ട് നന്നായി തിരുമ്പണം കേട്ടോ. ചുവന്നുള്ളിയൊക്കെ നന്നായി ചതച്ച് കുറച്ച് ചുവന്നുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇഞ്ചി ഞാൻ അധികം ഇടാറില്ല, കുറച്ച് ഇടാറുള്ളൂ. എന്നിട്ട് ഇതൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി തിരുമ്പി കൂട്ടാം കേട്ടോ. നന്നായി തിരുമ്പി കൂട്ടിയതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് തിരുമ്പി കൂട്ടി സെറ്റാക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു കപ്പിൽ കുടംപുളി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. മാങ്ങയാണെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിന്ന് കുടംപുളി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയാകുമ്പോൾ കറക്റ്റ് മഞ്ഞ നിറം കിട്ടും. എന്താ വെച്ചാൽ കുടംപുളിക്ക് ഒരു കറുപ്പ് നിറം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കറ, അത് കറിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് നിറം കറക്റ്റ് കിട്ടില്ല. മാങ്ങ ഉണ്ടായിരുന്നു അതിനായിട്ട് നമുക്ക് വെക്കണം. ഞാൻ മറന്നുപോയി, അതുണ്ടായത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പുളി വെച്ച് വയ്ക്കുകയാണെങ്കിൽ ശരിക്കും മാങ്ങയാണ് ഏറ്റവും നല്ലത്. ഈ നാളികേരപ്പാൽ വെച്ച് ഉണ്ടാകുന്ന കറി മാങ്ങ ഇട്ട് വെച്ചാൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതേ കുടംപുളിയൊക്കെ വെച്ച് കൂട്ട് സെറ്റ് അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമ്മൾ കുറച്ച് മീൻ മസാല വറുക്കുക. അയില നല്ല മസാല പറ്റിയത് ഫ്രിഡ്ജിലുണ്ട്, അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് 4 കഷ്ണം കുണുക്കനും കുണുക്കിക്ക് വേണ്ടിയിട്ട് ഞാൻ മുള്ളില്ലാത്തതല്ലേ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്പി അത് മസാല പറ്റി അത് അയിലനെ ഇട്ട് വെച്ചിട്ട് 2-3 പാത്രം മുഷിക്കണ്ടല്ലോ വെച്ചിട്ട് കൂടി അയിലനെ വെച്ചു. പിന്നെ നമ്മളടുത്തത് നാളികേരപ്പാൽ എടുക്കാനുണ്ട്. അപ്പോൾ ആ മുളക് ഇട്ട തക്കാളി ഇട്ട് കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുവരെ അത് അവിടെ ഇരിക്കട്ടെ. 1-ാം പാല് പിഴിഞ്ഞു അത് മാറ്റി വയ്ക്കുക. പിന്നെ 2-ാം പാലും പിഴിഞ്ഞ് എടുക്കാം കേട്ടോ. അപ്പോൾ 1-ാം പാല് പിഴിഞ്ഞെടുത്തു. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്, ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇതും കൊണ്ടുകൂടി കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 2-ാം പാൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2-ാം പാൽ തീരെ കട്ടിയുണ്ടായിരുന്നു, അതാണ് ഞാൻ കുറച്ച് നാളികേരം അങ്ങോട്ട് മാറ്റി വെച്ചത്. അതും കൂടി ഇട്ടിട്ടാണ് 2-ാം പാൽ അടിക്കുന്നത് കേട്ടോ. ഒരു നാളികേരം ഉണ്ടാവും കേട്ടാ, പക്ഷെ നാളികേരമല്ല, നല്ല പാല് കട്ടിയില്ല, പാലിന് കട്ടി കുറവാണ്. അത് മൂക്കാണ്ടാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ മീൻ മസാല ഒക്കെ തിളച്ചപ്പോൾ നമ്മുടെ മീനിനെയൊക്കെ പറക്കി കൂട്ടയിൽ ഇട്ടു വിട്ടാൽ ഇനി അത് നന്നായി ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് 2-ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഇതും 2-ാം പാൽ തന്നെ, ഞാൻ അടുത്തത് ഒഴിക്കുന്നതും 2-ാം പാൽ തന്നെയാട്ടാ. ആദ്യം പിഴിഞ്ഞത് ഒഴിച്ചു, പിന്നെ കുറച്ചും കൂടി പിഴിഞ്ഞെടുക്കാണ്ടായിരുന്നു, പിന്നെ കുറച്ചും കൂടി പിഴിഞ്ഞപ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പ് കുറവാകുമ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഞാൻ അതൊന്ന് വറ്റി വരുന്നവരേക്ക് ഒന്ന് കുറുകി ആ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി ഗ്രേവി ഒന്ന് തിക്കായി വരുന്നതോട് കൂടിയിട്ട് തിളച്ച് ഓഫ് ചെയ്തു. 1-ാം പാൽ ഒഴിച്ചു, ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ കറി കാച്ചാട്ട്, നാളികേരപ്പാൽ വെച്ചാൽ കറി എന്തായാലും കാച്ചണം കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ള കറിയൊക്കെ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടാൽ മതിയോ. പക്ഷെ നമ്മൾ ഈ നാളികേരപ്പാൽ വെച്ച് വയ്ക്കുന്ന കറിയില്ലേ, അതിൽ നാളികേരം അരച്ച് വയ്ക്കുന്ന കറി, അതിനൊക്കെ ഉണ്ടല്ലോ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് വറുത്ത് ഇട്ടാലാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 3-4 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞ് അതും വറുത്തിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി. രാവിലേക്ക് പുട്ടിന് ഉണ്ണുകൾക്ക് മീൻ കറി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വേഗം ഉണ്ടാക്കിയത്. അങ്ങനെ പപ്പടം കഴിച്ചിട്ടാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഈ പുട്ടും പപ്പടും ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയായിട്ട് കൊടുന്നു തന്നു അല്ലേ. അതും ചെറുപ്പയർ കറിയും പപ്പടം പുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് പുട്ടിന്. അപ്പോഴേക്കും നമ്മൾ ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ വിളിച്ചതാട്ടോ. അപ്പോൾ അതാണ് ഫോൺ അടിച്ചത് ഇന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ രാവിലേക്ക് ഒരു മുട്ട എടുത്തു, അത് 2 ചുവന്നുള്ളിയൊക്കെ അതിൻ്റെ അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ ഫുഡ് ഒരു കോഴിമുട്ടയും പിന്നെ 2-3 മീൻ കഷ്ണവും കഴിച്ചു കേട്ടോ. കറി വെച്ച മീൻ കഷ്ണം കഴിച്ചു. അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്ന് ഓർണമെൻറ്റ്സിൻ്റെ. അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് ഇരുന്നിട്ട്. അങ്ങനെ നമ്മളിതേ ഉച്ചത്തേക്ക് ഒരു സ്പെഷ്യൽ കറി കേട്ടോ, ചെറുപ്പയറും മത്തങ്ങയും. അത് ഞാനൊരു ഇൻസ്റ്റയിൽ ഒരാൾ ഉണ്ടാക്കുന്നത് കണ്ടു. പക്ഷേ കറക്റ്റ് അതുപോലെ അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ എല്ലാ ടേസ്റ്റും അങ്ങനെ പറ്റാത്ത നമ്മുടെ രീതിയിൽ നമ്മൾ വീട്ടിൽ അമ്മ എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാ വേണ്ട ഏട്ടാ, ഇനി വേണ്ടേ, ഇന്നെ കൊണ്ടുപോകാണ്ട് ഓടുക. അങ്ങനെ
ഇത് നമ്മൾ എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു 2-3 കൊല്ലം അവിടെ മൂത്തിട്ടിരിക്കുന്നുണ്ട്, ഒന്ന് വെട്ടിക്കോട്ടാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടെ. അപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഇരുമ്പാമ്പുളിങ്ങ ഉണ്ടായിക്കണ ഈശ്വര. പക്ഷെ ഞാൻ ആർക്കാ കുറേ കിട്ടിയാൽ വേണം നാളെ അങ്ങനെ വല്ല മീൻ കറിയിട്ട് ഇടാൻ. ചെറുവക മീനിലേക്ക് കുടംപുളി ഇടാൻ പറ്റുള്ളൂ. ഈ വെട്ടുമീനിലേക്കൊന്നും കുടംപുളി ഇട്ട ടേസ്റ്റ് ഉണ്ടല്ലോ. കുടംപുളി അല്ല, ഇരുമ്പാമ്പുളിങ്ങ. ഞാൻ തെറ്റി പറഞ്ഞ കേട്ടോ, സോറി. പിന്നെ ഏതൊരു പോലീസുകാരൻ്റെ ഒരു തെറ്റ് പറ്റില്ലോ. മനുഷ്യ അങ്ങനെ ഇതേ കായക്കൊല വെട്ടുന്നത് ഭയങ്കര സാഹസികമായിട്ടൊക്കെ വെട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു വെട്ടലുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഇന്നൊരു 1.5-3 മണിക്കൂർ ഇന്ന് ആ ഒരു ഒറ്റ കൊലമയായിരുന്നു കഷ്ടപ്പാട് മൊത്തം. കിണറിൻ്റെ പക്കത്ത് ഒരു വലിയൊരു കൊലച്ചിരുന്നു. പക്ഷേ ഈ കൊലയൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിപ്പമാണ്. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ തീരെ വില കിട്ടാത്തൊരു കാര്യം. ചുമ്മാ പിന്നെ പണിക്കാർ വെച്ചുണ്ടാകണമെന്നല്ലോ, തന്നെ അങ്ങനെ ഉണ്ടാകണതല്ല, അത്ര തന്നെയല്ലേ കേട്ടോ. അങ്ങനെ അടുത്ത കായക്കൊല അച്ഛൻ വാങ്ങണ കിണറിൻ്റെ അവിടെ അച്ഛൻ എന്തായാലും പറയാം താങ്ങ് കൊടുത്തിട്ടുണ്ടല്ലേ, താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഈ പോക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ട് ഇത് എന്ത് ചെയ്യും എന്നാലോചിച്ച് നമ്മളൊരു ഐഡിയ പറയാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്ക് ഒരൊറ്റ വെട്ടിയത് അതേ കിടക്കണു കിണറ്റിലേക്ക്. പകുതി ഇവിടെയും പകുതി കിണറ്റിലും. അപ്പം ഞാൻ പറഞ്ഞ കൊല പൊക്കോട്ടെ, 200 രൂപ ഏറുന്ന ഒരു കൊല കൊടുത്താൽ കിട്ടുക. അപ്പോൾ പൊക്കോട്ടെ ചേട്ടാ. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ കിണറ്റിലേക്ക് പണ്ട് ചേട്ടാ വീണിട്ടുണ്ട് കേട്ടോ. ഒളിച്ച് കളിച്ചത് അതാണ് എൻ്റെ തറവാട്ട് കിണറാ. അപ്പോൾ ഒളിച്ച് കളിക്കുമ്പം അടുക്കളയിൽ നിന്ന് കിണറുണ്ടാവും ഇങ്ങനെ പണ്ടത്തെ വീട്ടുകളിലൊക്കെ കോരണത്, അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കോരാനുള്ള അങ്ങനെയില്ലേ, അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ഒളിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് അതിൻ്റെ എന്താ പറയുക തൊടിയിലെ എന്താ പറയുന്നത്, എന്തായാലും കെറ്റിലേക്ക് എത്തി അതുപോലെ. അങ്ങനെ പറഞ്ഞിട്ട് അനിയൻ്റെ അനിയൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ അമ്മേന്നൊക്കെ ഒരു പെണ്ണുണ്ട് കേട്ടോ അവിടെ. അവർ കൂടിയിട്ട് എന്താ ശബ്ദം എന്ന് വെച്ചിട്ട് ഓടിയിട്ട് വന്നിട്ട് കിണറ്റിൽ ഞാൻ ഉപ്പിട്ടതാണെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് നീന്തലറിയില്ല. അതിൽ വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ പോലും പറ്റില്ല. അന്ന് വീഴുമ്പോഴേ ചേറിൽ മുങ്ങിയിടുന്നു. ഇന്ന് വെള്ളമുണ്ട് കിണറ്റിൽ. അങ്ങനെ പറഞ്ഞ് 4 ഏതെങ്കിലും ഒന്ന് ഞാൻ വീഴുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ അധികം കണ്ടടിക്കുന്നത് എനിക്ക് പിന്നെ നീന്താ അറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ട് നീന്താ അറിയില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി 73ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എൻ്റെ പൊന്നോ, 37 കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു. അല്ല അതൊക്കെ ഒരു ഭാഗ്യമായിട്ടോ, അതൊക്കെ ലക്കിയാണ്. നമ്മൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും ഭാഗ്യമില്ല. 73ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അനുവേട്ടൻ്റെ അച്ഛൻ്റെ അമ്മ 23 വർഷം അവർ പിന്നിട്ട് കഴിഞ്ഞു. നല്ല ഭാര്യ ആരിട്ടുണ്ടല്ല, സത്യേട്ടല്ലേ? സത്യേട്ടൻ അനുവേൻ്റെ ഏട്ടൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ. അങ്ങനെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് തരാം. അങ്ങനെ എന്നിട്ട് സത്യം പറഞ്ഞാൽ പ്രാന്ത് പണിയായിരുന്നു കേട്ടോ. പ്രാന്ത് പണി വെച്ചാൽ പ്രാന്ത് പണി. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ചേച്ചി കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ നന്നാക്കാൻ കൂടായിരുന്നു എന്ന് പറയല്ല. കറക്റ്റ് ടൈമിന് സരയിച്ചെത്തി. സത്യം സരയിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട് ചേച്ചി. കറക്റ്റ് ഇത് നോക്കുമ്പോൾ അപ്പം അറിഞ്ഞ് നിൽക്കുമ്പോൾ കുണിക്കുമ്പോഴൂടെ അമ്മ വല്യമ്മ വന്നിട്ടുണ്ട്. ചേച്ചി ഞങ്ങളെല്ലാം കൂടി ഈ ചെമ്മീൻ എടുത്തിട്ട് നേരെ ഹാളിലേക്ക് പോയി. ഹാളിൽ വലിയ ഇതൊക്കെ വെച്ച് തുണിയൊക്കെ വിരിച്ച് അയിമ ഇരുന്ന് ഞങ്ങൾ സിനിമയും കണ്ടിട്ട് മീൻ നന്നാക്കി. ആ കാരണം മീൻ നന്നാക്കിയത് അറിഞ്ഞില്ല അല്ലേ? ടർബോ ഇപ്പം എത്രാമത്തെ പ്രാവശ്യം ഇന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയണില്ല. ചേച്ചി കണ്ടിട്ടില്ല. അപ്പോൾ ചേച്ചീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഞങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സിനിമയും കണ്ടുകൊണ്ട് ഈ ചെമ്മീൻ നന്നാക്കുമ്പോഴേ സത്യം 2 മണിക്കൂർ പിടിച്ചിട്ടുണ്ടല്ലേ. ഒരു സിനിമയുടെ 2 കിലോ എന്നുണ്ടല്ലേ ഇത്. കുഞ്ഞ ചെമ്മീനുമാണ്. കൈമ കുത്തുണ്ടോന്ന് നോക്കിയിട്ട് വേണ്ട ഇത് നന്നാക്കി ഉണ്ടാക്കാൻ. എളുപ്പമല്ലല്ലോ. ഞാൻ ചെമ്മീൻ അച്ചാർ മേടിക്കാൻ 1/2 കിലോ മേടിച്ച അച്ചാറിട്ട് അവനുള്ളതായില്ലേ. ഇവിടെ പിന്നെ വേറെ ആരും അങ്ങനെ കഴിക്കില്ല. അപ്പുണ്ട് അമ്മാച്ചനും മരുവനും പോയിട്ട് 2 കിലോ ചെമ്മീൻ ലേപ്പഷായിട്ട് മേടിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഇവർ മീൻ മേടിക്കാൻ വിളിച്ചു നോക്കിട്ടെ എന്താ വേണ്ട, എങ്ങനെ വേണ്ട, എത്ര മേടിക്കണമെന്നിട്ടാ. ഇന്നലെയാണല്ലോ 2 വിളി ഉണ്ടായാലും ചോദ്യം എന്താ വേണ്ടത് അങ്ങനെ എന്താ ചോദിച്ചിട്ട്, അല്ലാണ്ട് ചെമ്മീൻ എത്ര വേണമെന്നൊന്നും ചോദിച്ചില്ല.
അങ്ങനെയാണ് ഞാൻ ഏകദേശം ഒരു 1 കിലോന് പറയുള്ളൂ. എൻ്റെ അപ്പുറം ഞാൻ പറയാറില്ല, ഇത് ഇരുന്ന് നന്നാക്കണ്ടേ. സത്യം പറഞ്ഞാൽ വലിയ ചെമ്മീനുണ്ടല്ലോ അച്ചാറിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് ചെമ്മീൻ അച്ചാറിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ല ചേട്ടാ, എന്താണ് ചെമ്മീൻ കറി വെക്കാനൊക്കെ ടേസ്റ്റ്, വലുത് ടേസ്റ്റ് ഇല്ല. പക്ഷെ നാളെ മേടിച്ച് വറുത്തത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ചെറുതിനോട് ഫീലില്ല. അങ്ങനെ ആരൊക്കെയാന്ന് അറിയില്ല, ഞരമ്പ് കളഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണത്തിൻ്റെ കേട്ടോ. ഞാൻ ഇരുന്നിട്ട് വീണ്ടും ഇരുന്ന് ചെറിയ ചെറിയ ഞരമ്പ് കളയാ. കുഞ്ഞനാവാനും സാധ്യത എനിക്കതാ തോന്നുന്നു. ബാക്കി ഞാൻ തന്നെയാണ് ചേച്ചിയൊക്കെ അതിൻ്റെ വിളിച്ച് ഞരമ്പ് കളഞ്ഞിട്ട് അവിടെ നന്നാക്കിയിട്ട് അങ്ങനെ മഞ്ഞപ്പൊടി ഉപ്പ് മുളകുപൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്പി ഒരു 1/4 മണിക്കൂർ അത് അങ്ങോട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചാൽ എന്താണെന്ന് അറിയാം, ഉച്ചത്തെ ഊണിനുള്ള ഒരു പരിപാടി ആയിട്ടില്ല, അതാണ് കഷ്ടപ്പാട്. അപ്പോൾ നമ്മൾ ഏതോ ഇൻസ്റ്റയിലാണ്ട് ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാളികേരം അരച്ചത് ഇരുന്നിരുന്നു ഞാൻ. അപ്പോൾ അതും പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ടു അതിൽ. പിന്നെ പച്ചമുളക് ഒരു 3-4 ഇട്ടു, എരിവിനനുസരിച്ചിട്ടാണ്. ഒരു 3-4 ചുവന്നുള്ളി ഇട്ടു. പിന്നെ നമ്മൾ ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയും, നല്ല ജീരകം എന്ന് പറയും, അത് ഇട്ടു കിട്ടാം. എന്നിട്ട് നന്നായി അരച്ചുകൊണ്ടിരുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ കുക്കറിൽ ചെറുപ്പയറും മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ടു, ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് അടപ്പത്ത് വെച്ചു. ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി അത് അടപ്പത്ത് വെച്ചു. അപ്പുറത്ത് മീൻ വറക്കാനിട്ടുണ്ട് നമ്മൾ. അത് ഉച്ചത്തെ ഊണ് കഴിക്കാൻ 2 മണി സമയമായി. ഇനി ഊണ് കഴിക്കാൻ നേരം വൈകേണ്ട വെച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യട്ടാ. അങ്ങനെ ചെയ്യും. നമ്മുടെ കറി ഏകദേശം തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ അരപ്പങ്ങടെ ഒഴിച്ചു കൊടുത്തുട്ടാ. സത്യം പറഞ്ഞാൽ ഒന്നിനും ടൈമില്ല. അരപ്പങ്ങടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി. പക്ഷേ കറി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഭംഗിയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. സത്യമായിട്ടും പുട്ടിലേക്ക് രസമുണ്ട്, ചോറിലേക്ക് രസമുണ്ട്. ആ ഒരു മത്തങ്ങയുടെ മധുരവും പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ. എങ്ങനെ പറയാമെന്ന് അറിയില്ല കേട്ടോ. അടിപൊളി കറിയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു പുതിയ കറിയും കൂടി കിട്ടി. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ കറികളും പിടിക്കാറില്ല. അത് പുട്ടിലേക്കും പറ്റും, ചോറിലേക്ക്. പുട്ടിലേക്ക് ഇടുമ്പോൾ മത്തങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒരു ഈ കറി പിന്നെ ഒരു ഉണക്കൽ വറുത്തതും ഉണ്ടെങ്കിൽ വയറ് നിറയെ നമുക്ക് ചോറിനിട്ട്. അത് ഇതുപോലെ ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കിയാലോ. ചെറുപ്പയർ മത്തങ്ങ വേവിച്ചു, അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരപ്പ് വെച്ചു. അരപ്പിൽ നാളികേരം, നല്ല ജീരകം, ചുവന്നുള്ളി, പച്ചമുളക് അത് അരച്ചൊഴിച്ചു. പിന്നെ കടുക് പൊട്ടിച്ചു, അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ഇട്ടു. പിന്നെ ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ട് അത് നല്ല ചൊക്കണേ. അതായത് ഈ ഗോൾഡൻ നിറമാണെന്നറിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക പുളിയുറുമ്പിൻ്റെ നിറം എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങോട്ട് ആകുമ്പോൾ നമ്മുടെ കറിയിലേക്കാണ് തട്ടി കൊടുക്കുക. ആഹാ അന്തസ്, എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കറി ഞാൻ വീട്ടിലുണ്ടാക്കൂട്ടോ. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കി എനിക്ക് ചോറുണ്ടാക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. എന്നിട്ട് ഇന്ന് ഞാൻ ഒരു ഉരുള ചോറുണ്ട് കൂട്ടാം. പൊന്നു കൊടുക്കുക. അതായത് ഇത് ചേച്ചിക്ക് ചോറ് കൊടുത്തു. അതിൻ്റെ ബാക്കിൽ അനുവേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ചോറ് കൊണ്ടുകൊടുത്തു. പിന്നെ അനുവേട്ടനുള്ള ചോറാട്ടോ. ഒരു പാത്രത്തിൽ ചോറിട്ടു, കറി ഒഴിച്ചു. അനുവേണി കറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു. വറുത്തൊരു മീൻ ഇട്ടു. പിന്നെ കുറച്ച് മീൻ കറി സൈഡിൽ വെച്ച് കൊടുത്തിട്ടു. അപ്പോൾ അനുവേണ്ട ഉച്ചത്തെ ഊണ് സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ മീൻ കറി ഒന്നും കൂട്ടിയില്ല കേട്ടോ. ഞാൻ ഇന്ന് എന്താ കറി, ആ ഒരു മീനിൻ്റെ മണ്ടയില്ലേ അത് കൂട്ടിയിട്ട് ഇതിപ്പോൾ കുണുക്കനുള്ള ചോറാട്ടാ. അപ്പോൾ കുണിക്ക് വയറ് നിറയെ ചോറുണ്ടു. അവർക്ക് മീൻ കറി വേണം നിർബന്ധമുള്ള ആൾക്കാർ. പക്ഷെ അവരിന്ന് ഈ കറി കൂട്ടിയിട്ടുണ്ടല്ലോ, വയറ് നിറയെ ചോറുണ്ടു. അത്രയും ടേസ്റ്റാട്ടാ കറി. സത്യം പറഞ്ഞാൽ അത്രയും ടേസ്റ്റ്. പിന്നെ നമ്മുടെ ചെമ്മീൻ ഏകദേശം മസാല പറ്റി ഊണൊക്കെ കഴിഞ്ഞ് വന്നു. അടക്കളൊക്കെ കുറച്ച് ശേഷം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ വറുക്കാട്ടിട്ടത്. ഒരുപാട് ചെമ്മീൻ വറുക്കാനുള്ളതിന് കുറേ നേരം പിടിക്കും വറുത്ത് കിട്ടാട്ടോ. ആ നേരം കൊണ്ട് നമ്മൾ ഇന്നലത്തെ തിളപ്പിച്ച് കൂട്ടിയ ചോറാട്ടെ. ഇന്ന് ചോറൊന്നും വെച്ചില്ല. ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേറെ പാത്രത്തിലാക്കി, കറിയും ഒരു ചെറിയ പാത്രത്തിലാക്കി അതാണ് മാറ്റി വെച്ചോട്ടെ. ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് പണി കുറയ്ക്കാമല്ലോ. ഉള്ള വലിയ വലിയ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി കുഞ്ഞു കുഞ്ഞ പാത്രങ്ങളിലാക്കി വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അടക്കള ക്ലീനിങ് ആണ് കേട്ടോ. ആ നേരം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിശന്നു. എന്താ വെച്ചാൽ ഉണ്ണിയോർക്ക് കൊടുത്ത ചോറിൻ്റെ ഒരു ഉരുള ചോറുണ്ടായിരുന്നു. അതിൽ കുറച്ച് കറി വെച്ചിട്ട് അത് മാത്രമേ ഞാൻ കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചിട്ട്. പിന്നെ അവർ ഒരു കോഴിമുട്ട ഓംപ്ലേറ്റും. സത്യം പറഞ്ഞാൽ വിശന്നു. അപ്പം ഞാൻ മാതളം മുറിച്ചിട്ട് പകുതി ഫ്രിഡ്ജിൽ നിന്നു, അതെടുത്തിട്ട് കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ അത് കഴിക്കാൻ നോക്കിയപ്പോൾ കുണിക്ക് വന്നു, എല്ലാവരും കൊടുത്തു. അപ്പോൾ മതിയാവണ്ടായപ്പോൾ ഒരു മാതളം കൂടി എടുത്തു, അതും എന്നിട്ട് കഴിക്കട്ടാ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭാര്യ ഭർത്താവ് അങ്ങനെ രണ്ടും മേടിച്ചു. അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ട് നീ കഴിച്ചോ, ഞാൻ കഴിക്കണില്ലേ, നീ കഴിച്ചോ, നീ മറ്റേ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിനക്ക് ക്ഷീണമാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് ഈ മാസം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ബ്ലഡ് കുറഞ്ഞു. അപ്പോൾ അതേ മുഖമൊക്കെ വിളറിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
ഫുഡില്ല അന്ന് രണ്ടും പിടിച്ച് ചുണ്ടൊക്കെ ഇങ്ങനെ കറുത്ത പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അനിയേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ അനിയേട്ടൻ പറഞ്ഞു കഴിച്ചോ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്. പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അവനും വേണ്ടി അതിൻ്റെ ഇടയിൽ അനിയേട്ടൻ വേണ്ടി അനിയേട്ടനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനെല്ലാവരും എനിക്കങ്ങനെ ഒറ്റയ്ക്കായിട്ട് കഴിച്ചാൽ നമുക്കതൊരു തൃപ്തി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു രണ്ട് തരി ഉള്ളതിനും അതെല്ലാവരും കൂടി കഴിക്കുക. അത് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ മാത്രമല്ല എല്ലാവരും. ഇപ്പം അതിനായിട്ട് ബാക്കി പുട്ടുണ്ടായിരുന്നു. അതിൽ പപ്പടം ഈ കറി വെച്ചിട്ട് കുഴച്ച് കൊടുത്തിട്ട് എനിക്ക് ഒരു 3-4 വായിക്ക് തന്നിട്ട് ആഹാ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയൂ. ഞാൻ കഴിച്ചു. ഞാൻ തയ്ച്ച സമയം ഇപ്പോൾ 7:45 അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടിയും കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചു. ഈ 7:45 4 വായ കഴിച്ചില്ല. ഞാൻ മതി ഇനി വേറെ ഒന്നും കഴിക്കണില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ പുട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മീൻ വറുത്ത് കോരുന്നുണ്ട്. അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുണുക്കി ഇനി പറഞ്ഞു ഇനി വേണം മാതളം പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തത് തന്നെ പൊട്ടിച്ച് അവർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് അപ്പോൾ അതും തൊണ്ട് പൊളിച്ച് കൊടുത്ത് അതിൻ്റെ ബാക്കി ഞാനായിരുന്നു കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെമ്മീൻ്റെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അച്ചാർ ഉണ്ടാക്കാൻ സിമ്പിളാണ്, ഒരു പണിയില്ല. പക്ഷേ ഇത് നന്നാക്കി വരാൻ 2 കിലോ കുഞ്ഞ് ചെമ്മീൻ സത്യത്തിൽ ഈ കുഞ്ഞ് ചെമ്മീൻ അച്ചാറിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ ചെമ്മീൻ അച്ചാറിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. പണ്ട് നന്നാക്കി കൊണ്ടുവന്നെങ്കിൽ അത്യാവശ്യം നേരത്തെ പണിയുണ്ട്. ഞാനും എന്നോട് നന്നാക്കിയപ്പോൾ എൻ്റെ നല്ല കാര്യത്തിന് എൻ്റെ ചേച്ചി വന്നു. ചേച്ചി ഞങ്ങൾ കൂടി ഇരുന്ന് കുഞ്ഞിന് കുറച്ച് നന്നാക്കി എല്ലാവരും കൂടി നന്നാക്കിയപ്പോൾ അത് തീർന്നു കിട്ടി. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇരുന്ന് നേരെ ഒളിപ്പിക്കുന്നത് തന്നെയാണ്. ഞാൻ ശരിയോട് പറഞ്ഞേ അച്ചാറ് മേടിച്ച് കഴിക്കണ്ട, നമുക്ക് ഉണ്ടാക്കി കുറച്ച് ചെമ്മീൻ മേടിച്ചില്ല. ഇതൊരു 1 കിലോ ചെമ്മീനൊക്കെ അടിച്ച് നിങ്ങൾക്ക് അച്ചാറായില്ലേ പൂതിക്ക്. 2 കിലോ മേടിച്ചത് അമ്മാനച്ചിന് മരുന്നും കൂടി പോയിട്ട് അമ്മാനച്ചിന് എത്ര മീൻ്റെ അച്ചാറിനോട് വലിയ സംഭവമില്ല. ഉണ്ടാ മീനൊക്കെ ഇഷ്ടം? ഞാനാണ് വലിയ താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് മാങ്ങച്ചാറ് ഇഷ്ടം, ഇതിന് ചേർത്ത നാരങ്ങച്ചാറാണ് ഏറ്റവും ഇഷ്ടം. നെല്ലിക്കച്ചാർ ഇഷ്ടം. കാരണം മീനച്ചാറിനോടൊന്നും എനിക്കും അത്ര എനിക്ക് വലിയ ഭ്രമമില്ല. മേടിക്കുന്നത് തീരെ തിന്നില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് തരകിട്ട് എപ്പോഴും കഴിക്കും. മേടിക്കുന്ന നാരങ്ങച്ചാറ് മേടിക്കാം കേട്ടോ. ഉണ്ടാക്കണം അങ്ങനെ കേട്ടോ. ഉണ്ടാക്കണമായിരിക്കും. ഓരോ ദിവസം ഓരോ പണികളും കാര്യങ്ങളായിട്ട് കഴിയും. ഉണക്ക പട്ടിയുടെ പിന്നാലെ പോണേന്റെ കാട്ട് ആ ടൗസർ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ സാധനം പൂട്ടാ. ഞാറ്റനെ കൊണ്ടൊന്ന് കുളിപ്പിക്കാൻ പോണം. അപ്പോൾ നമ്മുടെ അച്ചാറിനുള്ള ചെമ്മീൻ വറുത്തൂരി ആ എണ്ണയിൽ ഞാനായിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കാശ്മീർ ചില്ലി പൗഡർ, സാധാ മുളക് പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കായം, ഉലുവപ്പൊടി കേട്ടോ. ഇതാണ് നമ്മൾ അച്ചാറിൽ സുറുക്ക്. അങ്ങനെ നമ്മൾ മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും ഉലുവയും അത് പൊട്ടിച്ചു വിട്ടു. അത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ മീനൊന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതിനാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ അത് ഇടയിൽ കടിക്കുന്നത് നല്ലത് തന്നെയാണ്, നമുക്ക് ദഹനത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് ആവശ്യമില്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുത്തോളൂ. അതിന് കൂടി പോകുന്നത് വെച്ച് ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്ക് വെളുത്തുള്ളിലേക്കുള്ള ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് അതിന് മസാലയ്ക്കായിട്ട് കുറേശ്ശെ എനിക്ക് പേടിയിടാ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പുളിയായാലും ഉപ്പായാലും. അപ്പോൾ അത് പാകത്തിന് അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ അത് വണങ്ങി വന്നപ്പോൾ നമ്മുടെ കൂട്ടില്ലേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കായും ഉലുവയും അതിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് സൊറുക്ക കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു അല്ലേ. സൊറുക്ക എന്ന് പറയുമ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉപ്പ് വീണ്ടും ഒഴിച്ചു, വീണ്ടും വിനാഗിരി ഒഴിച്ചു. ഞാൻ അങ്ങനെ നോക്കിയിട്ടിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവില്ല. അങ്ങനെ കുറേശ്ശെയൊക്കെ നോക്കി ഇട്ടിട്ടൊക്കെ സെറ്റായി വന്നു. അപ്പോൾ ഒന്ന് തളം വന്നപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചു വിട്ടു. എന്ന് വെച്ചാൽ ഇനി ചൂടാറി കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. എത്ര നാൾ വേണമെങ്കിൽ കേടുവരാണ്ടിരിക്കട്ടെ. എന്താ വെച്ചാൽ ഇതിന് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർന്നിട്ടില്ല, ഇത് മാത്രം. ഞാനൊന്നും നോക്കിയില്ല, പുളി മാത്രമേ ഞാൻ നോക്കി. പക്ഷെ അത് പറ്റിയാലും അറിയുള്ളൂ, മീനിൽ പിടിക്കണേ. ഒന്നാണ് ഉപ്പും പുളിയൊക്കെ ഉണ്ട്.
മീനിന് പുളി പിടിക്കാനുണ്ട് പുളിയുണ്ട്. കൂടുതലൊന്നുമില്ല. സത്യം പറഞ്ഞ പണികളൊക്കെ കഴിഞ്ഞത് ഈ ഒരു ബേസിൻ കഴിയുന്ന സമയമുള്ളൂ. ഈ സിങ്ക് കഴിയുന്ന സമയം എന്തോ ഒരു സന്തോഷമെന്ന് പറയാം മനസ്സിന്. ഓ ഇന്നത്തെ കഷ്ടപ്പാട് കഴിഞ്ഞു. കാണുമ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് ചെമ്മീൻ്റെ രൂപത്തിലാണ് ഞങ്ങൾക്ക് പണി തന്നത് അല്ലേ? ഇന്ന് ചെമ്മീൻ്റെ രൂപത്തിൽ വാഴയുടെ രൂപത്തിലായിരുന്നു പണി. അപ്പോൾ അതിനായിട്ട് ഇപ്പുറത്തെ അടക്കള അതിനായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ളും അതിനായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ആ കറിയും കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കാൻ സ്ഥലത്തിന് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അവിടെ വെച്ചു. പിന്നെ എന്തൊക്കെയോ പൊടികളും കാര്യങ്ങളും കണ്ടപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലീനാക്കി തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ അടുപ്പിൽ ഒരു അടുപ്പ് കത്തണില്ല, പിന്നെ ഒരു അടുപ്പ് ചെറിയ തീരാത്ത അടുപ്പ് കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമാണ് വെച്ചിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനും എന്നേട്ടും കുണുക്കാനും കുണിക്കും കൂടി കുളിക്കാൻ പോയിട്ട് അത് കഴിഞ്ഞ് വേണം പൊന്നുവിൻ്റെ ഷെബിയുടെ അടുത്ത് പോയത്. ഇവിടെ ഒരുത്തന് രാവും പകലും ഒരുത്തൻ ഇത് കാണും ഉപ്പും മുളകും, മറ്റാൾക്ക് നിക്കി ദേവുട്ടിയുടെ ചാനലുണ്ടല്ലോ അത്. ഈ രണ്ടാണ് ഇതിന് വേണ്ടി അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ പൂര അടിയാട്ടോ. റിമോട്ടർ ഞാൻ എടുത്തു നീയിട്ടു. ഒരാൾ ഉപ്പ് മുളകും അരമണിക്കൂർ ഇത് കാണും, അപ്പോൾ അടുത്താൾ മറ്റേ വീഡിയോ ആയിട്ട് മണിക്കൂർ. അങ്ങനെയാണ് ഇവരൊരു അടുപ്പം. ഇത്രയേ ഉള്ളൂ. ബായ്.